സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എം.ജെ. ഷ്ലീഡൻ. കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്നു കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. സസ്യകോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. കോശത്തിനകത്തെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ആത്മഹത്യാകൂട്ടങ്ങൾ എന്നറിയപ്പെടുന്ന കോശാംശം ലൈസോസോം. സസ്യവളർച്ച, ചലനം എന്നിവയെ സ്വാധീനിക്കുന്ന പ്രധാന സസ്യഹോർമോൺ ആക്സിൻ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിനു കാരണമാകുന്ന സസ്യഹോർമോൺ ഫ്ലോറിജൻ. സസ്യങ്ങളുടെ വേരുകളുടെ രൂപവൽക്കരണത്തിന് കാരണമാവുന്ന സസ്യഹോർമോൺ സൈറ്റോകെനിൻസ്. തേങ്ങാവെള്ളത്തിൽ ധാരാളം കാണുന്ന സസ്യഹോർമോൺ സൈറ്റോകെനിൻസ്. ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന സസ്യഹോർമോൺ എഥിലീൻ. വാതക അവസ്ഥയിലുള്ള സസ്യഹോർമോൺ എഥിലീൻ. സസ്യങ്ങളുടെ അസാധാരണ വളർച്ചയ്ക്ക് കാരണമാകുന്ന സസ്യഹോർമോൺ ഗിബുർലിൻ. സസ്യങ്ങളുടെ വളർച്ചാ തോത് പകലിനെ അപേക്ഷിച്ച് രാത്രിയിലാണ് കൂടുതൽ. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു കാൽഷ്യം കാർബൈഡ്. താങ്ങുവേരുള്ള ഒരു സസ്യമാണ് ആൽമരം. പൊയ്ക്കാൽ വേരുകളുള്ള സസ്യങ്ങൾക്കുദാഹരണമാണ് കരിമ്പ്, കൈത. ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് അമൃതവള്ളി. അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുവാൻ കഴിവുള്ള പ്രത്യേകം വേരുകളുള്ള സസ്യമാണ് മരവാഴ. വേരിൽ ആഹാരം സംഭരിക്കുന്ന സസ്യങ്ങൾക്കുദാഹരണമാണ് കാരറ്റ്, മരിച്ചീനി, മധുരക്കിഴങ്ങ്. വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണങ്ങൾ കറിവേപ്പ്, പെരിങ്ങലം, ശീമപ്ലാവ്. പുകയിലച്ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്നത് എവിടെ? വേരിൽ. പയറുവർഗം ചെടികളുടെ വേരിൽ അധിവസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ റൈസോബിയം. വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സസ്യഹോർമോൺ ആക്സിൻ. നാരുവേരു പടലമുള്ള സസ്യങ്ങൾക്കുദാഹരണമാണ് നെല്ല്, തെങ്ങ്, കമുക്. അമോണിയ നേരിട്ടുപയോഗിക്കുന്ന സസ്യമാണ് നെല്ല്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഹരിതകമെന്നാൽ ഇംഗ്ലീഷിൽ ക്ലോറോഫിൽ. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകൾ. സസ്യങ്ങളുടെ പുറം ഭാഗത്തുള്ള മെഴുക് പോലുള്ള ആവരണം എന്ത്? ക്യൂട്ടിക്കിൾ. ഒറ്റ ഇല മാത്രമുള്ള സസ്യം ചേന. ഇലകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന സസ്യമാണ് കാബേജ്. തായ്തണ്ടിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന സസ്യമാണ് കരിമ്പ്. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണം
നടക്കുന്ന ഭാഗം കാണ്ഡം അഥവാ സ്റ്റെം. ഇംഗ്ലീഷിൽ സ്റ്റെം എന്ന് പറയും. സസ്യങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് കാണ്ഡത്തിൽ. സസ്യകാണ്ഡത്തിലെ രണ്ട് സംവാഹന കലകളാണ് സൈലവും ഫ്ലോയവും. വേരുകൾ വലിച്ചെടുക്കുന്ന ജലം, ലവണം എന്നിവ സസ്യശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവാഹന കലകളാണ് സൈലം. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയം. ഭൂമിക്കടിയിൽ വളരുന്ന കാണ്ഡങ്ങൾക്കുദാഹരണമാണ് ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഉള്ളി, ഉരുളക്കിഴങ്ങ്. ശാസ്ത്രീയ നാമം: അസഡിക്റ്റ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഔഷധസസ്യം. വേപ്പ്. ഒസിമം സാങ്ക്ടം ഏതു സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ്? തുളസി. കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം? കൊക്കോസ് ന്യൂസിഫറ. തുമ്പയുടെ ശാസ്ത്രീയ നാമം? ലൂക്കസ് ആസ്പെറ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം? നിലംബിയം സ്പീഷിയോസം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം? കാഷിയോ ഫിസ്റ്റുല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യമായ നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം? ഒറൈസ സെറ്റൈവ. ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം? ഹിബിസ്കസ് റോസ സൈനൻസിസ്. തേയിലയുടെ ശാസ്ത്രീയ നാമം? കമേലിയ സൈനൻസിസ്. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം? ഹെവിയ ബ്രസീലിയൻസിസ്. മൈമോസ പുടിക്ക ഏതു സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? തൊട്ടാവാടി. നാലുമണി ചെടിയുടെ ശാസ്ത്രീയ നാമമാണ്? മിറാബിലസ് ജലപ്പ്. ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമം? ഫൈക്കസ് ബംഗാളെൻസിസ്. പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരം അഥവാ ആൻഡ്രോസിയം. പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവമാണ് ജനി അഥവാ ജിനോസിയം. ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പമാണ് കോളിഫ്ലവർ. പക്ഷികൾ വഴിയുള്ള പരാഗണമാണ് ഓർണിത്തോഫിലി. ജന്തുക്കൾ വഴിയുള്ള പരാഗണമാണ് സൂഫിലി. കാറ്റു വഴിയുള്ള പരാഗണമാണ് അനിമോഫിലി. ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണമാണ് എൻഡമോഫിലി. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പമാണ് സൂര്യകാന്തി. ജലത്തിലൂടെയുള്ള പരാഗണമാണ് ഹൈഡ്രോഫിലി. ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് തെങ്ങ്. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് വാടാമുല്ല. ചൈനീസ് റോസ എന്നറിയപ്പെടുന്ന സസ്യം ചെമ്പരത്തി. ജോൺ ഓഫ് കെന്നഡി എന്നറിയപ്പെടുന്ന സസ്യം റോസ. ഇന്ദിരാഗാന്ധി എന്നത് മുന്തിയ ഇനം ചെമ്പരത്തിയാണ്. പൂക്കൾക്കും ഇലകൾക്കും ഫലങ്ങൾക്കും മഞ്ഞ നിറം നൽകുന്ന വർണ്ണകണം സാന്തോഫിൽ. പൂക്കൾക്കും ഇലകൾക്കും നീല നിറം നൽകുന്ന വർണ്ണകണം ആന്തോസയാനിൻ. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി. പുല്ല് വിഭാഗത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയന്റോളജി.
കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങ. മാവിൻ്റെ ജന്മദേശം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് ചക്ക. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം ഏത്തപ്പഴം. പൂക്കളുടെയും പഴങ്ങളുടെയും സ്വാഭാവിക ഗന്ധവും രുചിയും നൽകുന്ന നിറമില്ലാത്ത പദാർത്ഥങ്ങളാണ് എസ്റ്ററുകൾ. കൈതച്ചക്കയുടെ സ്വാഭാവിക ഗന്ധം നൽകുന്ന എസ്റ്ററാണ് മീഥൈൽ ബ്യൂട്ടറേറ്റ്. ഏത്തപ്പഴത്തിൻ്റെ സ്വാഭാവിക ഗന്ധം നൽകുന്ന എസ്റ്ററുകളാണ് അമൈൽ അസറ്റേറ്റ്, ബ്യൂട്ടൈൽ അസറ്റേറ്റ്. പഞ്ചാബ് ജെയിന്റ് എന്നത് എന്താണ്? സങ്കര ഇനം പപ്പായ. ഫലങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം, അതായത് വൈറ്റമിൻ, ജീവകം ബി, സി. നാരങ്ങ വിഭാഗത്തിലുള്ള ഫലങ്ങളിൽ ധാരാളമായി കാണുന്ന ജീവകമാണ് ജീവകം സി. പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തക്കാളി. വിത്തില്ലാത്ത മാവ് സിന്ധു. വിത്തില്ലാത്ത മാതളം ഗണേശ്. ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം വാഴ. ഫലങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. ഇന്ത്യയിലെ ഈന്തപ്പഴം എന്ന് അറബികൾ വിളിച്ചിരുന്നത് എന്തിനെ? പുളിയെ. പരുത്തിനാര് പരുത്തിച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ലഭിക്കുന്നത്? കായിൽ നിന്ന്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. മുളകിനു എരിവുണ്ടാക്കുന്ന രാസവസ്തു കാപ്സൈസിൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. യവനപ്രിയ, കറുത്ത പൊന്ന് എന്നീ പേരുകളുള്ള സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം സർവ്വസുഗന്ധി. മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ. ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം കുങ്കുമപ്പൂവ്. ഏറ്റവും കൂടുതൽ ഊർജം അഥവാ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ജാതിക്ക. ഏറ്റവും കൂടുതൽ മാംസ്യം അഥവാ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. സ്വയം പരാഗണം സാധ്യമല്ലാത്തതിനാൽ കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്ന സുഗന്ധവ്യഞ്ജനമാണ് വാനില. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം കൃഷ്ണതുളസി. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏതു സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധി. രക്താർബുദ ചികിത്സയ്ക്കുള്ള ഔഷധമായ വിൻകിൻസ്റ്റീൻ വേർതിരിച്ചെടുക്കുന്നത് ഏതു സസ്യത്തിൽ നിന്നാണ്? ശവന്നാറി. മലേറിയ ചികിത്സയ്ക്കുള്ള ഔഷധമായ ക്വിനിൻ വേർതിരിച്ചെടുക്കുന്നത് ഏതു സസ്യത്തിൽ നിന്നാണ്? സിങ്കോണ. എയ്ഡ്സ് രോഗചികിത്സയിലെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്ത്? കറുത്ത മൾബറി. മഞ്ഞപ്പിത്തത്തിന് ഉത്തമ ഔഷധമായി പരിഗണിക്കുന്ന ഔഷധ സസ്യം
കീഴാർനെല്ലി. ആടലോടകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഔഷധമാണ് വാസിസൈൽ. ഭ്രാന്തിനും അപസ്മാരത്തിനും ഉത്തമവും തലച്ചോറിൻ്റെ ആകൃതിയിലുള്ള ഇലകളുള്ളതുമായ ഔഷധസസ്യം ഏത്? കുടങ്ങൽ. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുള്ള ഔഷധസസ്യമാണ് വേപ്പ്. ദാഹം, ക്ഷീണം, ശരീരദുർഗന്ധം അകറ്റുന്നതിന് വെള്ളത്തിലിട്ട് കുടിക്കാൻ സർവ്വയോഗ്യമായ ഔഷധപ്പുല്ല് ഏത്? രാമച്ചം. ദിവ്യ ഔഷധങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ത്? തുളസി, കൂവളം, കറുക. ആയുർവേദത്തിലെ പഞ്ചവൽക്കങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ത്? അത്തി, ഇത്തി, പേരാൽ, അരയാൽ, കല്ലാൽ. ആയുർവേദത്തിൽ പഞ്ചസുഗന്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ജാതിക്ക, അടയ്ക്ക, തക്കോലം, കർപ്പൂരം, ഗ്രാമ്പൂ. ഏതെല്ലാം സുഗന്ധദ്രവ്യങ്ങളുടെ ചേരുവകകളാണ് ത്രിഗന്ധം? ചന്ദനം, അകിൽ, രക്തചന്ദനം. ത്രികടു എന്നറിയപ്പെടുന്ന എരിവുള്ള ഔഷധങ്ങൾ എന്ത്? ചുക്ക്, മുളക്, തിപ്പലി. ത്രിഫലങ്ങൾ എന്നറിയപ്പെടുന്നത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക. വിറ്റികൾച്ചർ എന്നാൽ എന്ത്? മുന്തിരിക്കൃഷി. ഹോർട്ടികൾച്ചർ എന്ത്? പൂന്തോട്ട നിർമ്മാണം. ഫ്ലോറികൾച്ചർ അലങ്കാര സസ്യങ്ങളെ വളർത്തൽ. ടിഷ്യൂ കൾച്ചർ ഒരു സസ്യകോശത്തിൽ നിന്ന് അനവധി സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന പ്രക്രിയ. സിൽവികൾച്ചർ വനവൽക്കരണം. ഒലേറിയ കൾച്ചർ പച്ചക്കറി വളർത്തൽ. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മാൻഡൽ. ഗ്രിഗർ മാൻഡലിൻ്റെ ജന്മദേശം ആസ്ട്രിയയിലെ വിയന്ന. പാരമ്പര്യശാസ്ത്ര നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ മാൻഡിൽ. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ഹേബർലാൻഡ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലാങ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞൻ ആര്? നോർമൻ ബോർലാങ്. ബോർലാങ് അവാർഡ് ഏതു മേഖലയിൽ നൽകുന്നു? കാർഷിക രംഗത്ത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. എം.എസ്. സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം മാങ്കൊമ്പ്. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ മെൽവിൽ കാൽവിൽ. ബാക്ടീരിയകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻഡോവാൻ ലീവൻഹോക്ക്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്, അതായത് ടാക്സോണമിയുടെ പിതാവ്, കാൾ ലിന്നയസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ നിർവഹിച്ചത് ഡോക്ടർ മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സർവകലാശാല കേരള സർവകലാശാല. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ ജാപ്പാനീസ് പ്രകൃതി കൃഷി ആചാര്യൻ മസനോബ ഫുക്കുവോക്ക. ജീവമണ്ഡലത്തിൻ്റെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഉൽപ്പാദകർ അഥവാ ഹരിതസസ്യങ്ങൾ. സൗര ഊർജത്തെ സ്വീകരിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനത്തോത് കൂടുതൽ ഏത് പ്രകാശത്തിലാണ്? ചുവപ്പ് പ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജം.
അന്നജ നിർമ്മാണ സമയത്ത് സ്വീകരിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഹരിതകം. ഹരിതകമില്ലാത്ത ഏകകോശ സസ്യമാണ് ഈസ്റ്റ്. ഹരിതകമില്ലാത്ത കരസസ്യം അഥവാ സസ്യവിഭാഗം കുമിൾ അഥവാ പൂപ്പ്. അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകം ഓക്സിജൻ. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്ന ജീവവിഭാഗം ഹരിതസസ്യങ്ങൾ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസി. കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശിനാപ്പള്ളി, തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. ലോക നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മനില, അത് ഫിലിപ്പൈൻസിലാണ്. കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്, അത് ഒറീസയിലാണ്. കേരളത്തിലെ പ്രസിദ്ധമായ നെല്ലു ഗവേഷണ കേന്ദ്രം ഏത്? പട്ടാമ്പി, അത് പാലക്കാട് ആണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടയ്ക്കാലി. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, അത് കണ്ണൂരാണ്. കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം. ഏലം ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, അത് തൃശ്ശൂരാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള നാളികേരം. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ലോകത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. കാപ്പി ഉൽപ്പന്നത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബ്രസീൽ. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം USA. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഗോട്ടിമാല. ലോകത്ത് കുങ്കുമപ്പൂവിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം സ്പെയിൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാൻഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളം. കേരളത്തെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നും അറിയപ്പെടുന്നു. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷിയുള്ള സംസ്ഥാനം ഗുജറാത്ത്. പുകയില കൃഷിക്ക് പേരുകേട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. കരിമ്പ് കൃഷിയിൽ
മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്. ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദക്ഷിണ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല വയനാട്. തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ മരിച്ചീനി കൃഷിയുള്ള ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ കരിമ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ള താലൂക്ക് തിരുവല്ല. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട ജില്ല കൊല്ലം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം, അത് മലപ്പുറത്താണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം എന്നിവയുടെ ജന്മദേശം ഇന്ത്യ. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. റബ്ബർ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. മരിച്ചീനി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. പുളി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അറബികൾ. കൈതച്ചക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്ന മുള ഇനം ബുഡാസ് ബെല്ലി. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുള. ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് എവിടെ? കൽക്കത്ത. ടർപ്പന്റൈൻ നിർമ്മാണത്തിന് ആശ്രയിക്കുന്നത് ഏത് സസ്യത്തെയാണ്? പൈൻ. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി തേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് തോട്ടം കനോലി പ്ലോട്ട്, നിലമ്പൂർ. ഇന്ത്യയിലെ ഏക കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി, അത് കണ്ണൂരാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം മുള. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലി. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി വില്ലോ. വീണ, തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി പ്ലാവ്. ഒപ്പിയം അഥവാ കറുപ്പ് ലഭിക്കുന്നത് ഏതു സസ്യത്തിൽ നിന്നാണ്? പോപ്പി. ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ചണവിഭാഗത്തിൽപ്പെട്ട സസ്യം ഫ്ലക്സ്. ഒപ്പിയം അഥവാ കറുപ്പ് ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പി. ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ചണവിഭാഗത്തിൽപ്പെട്ട സസ്യം ഫ്ലാക്സ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷം അശോകം. ഏറ്റവും വലിയ ഔഷധി വാഴ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം യാഥാർത്ഥ്യമായത് ഏതു ധാന്യത്തിലാണ്? ഗോതമ്പ്. ഹരിത വിപ്ലവം ആദ്യം പ്രാവർത്തികമാക്കിയത് ഏതു രാജ്യത്താണ്? മെക്സിക്കോ. മാങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനം കാർത്തിക. നെൽവിത്തിനങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതി. മൊസൈക്ക് രോഗം പ്രധാനമായും ബാധിക്കുന്നത് ഏത് വിളകളെയാണ്? പുകയില, മരിച്ചീനി. കേരളത്തിൽ പുകയില കൃഷിക്ക് പേരുകേട്ട പ്രദേശം നീലേശ്വരം, കാസർഗോഡ്. കേരളത്തിൽ മരിച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ശ്രീ വിശാഖം തിരുനാൾ.
H165 എന്താണ്? സങ്കര ഇനം മരിച്ചീനിയാണ്. മൊസൈക്ക് രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്. മണ്ടരി രോഗം ബാധിക്കുന്നത് നാളികേരത്തെ. മണ്ടരി രോഗത്തിനു കാരണമായ രോഗാണു വൈറസ്. എൻഡോസൾഫാൻ കീടനാശിനി ദുരന്തം വിതച്ചത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? കാസർഗോഡ്. കേരള സർക്കാർ ഏറ്റവും മികച്ച കേര കർഷകന് നൽകുന്ന ഉയർന്ന അവാർഡ് കേരകേസരി. കേരള സർക്കാർ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി കർഷകോത്തമ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹാലോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യവിഭാഗങ്ങളാണ് സീറോഫൈറ്റുകൾ. മലബാറിലെ സസ്യലതാദികളെക്കുറിച്ച് ഡച്ചുകാർ രചിച്ച പുസ്തകം ഹോർത്തൂസ് മലബാറിക്കാസ്. ഹോർത്തൂസ് മലബാറിക്കാസിൻ്റെ ഗ്രന്ഥഭാഷ ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കാസിൽ പ്രതിപാദിക്കപ്പെടുന്ന ആദ്യത്തെ സസ്യം തെങ്ങാണ്. 1000 ഉപയോഗങ്ങളുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങ്. മണ്ണിൻ്റെ അഭാവത്തിൽ പോഷകമൂല്യമുള്ള ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന പ്രക്രിയ ഹൈഡ്രോപോണിക്സ്. സസ്യങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായമാണ് ബോൺസായി. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് ജിങ്കോ. ഭക്ഷ്യയോഗ്യമായ കുമിൾ സസ്യം അഗാറിക്കസ്. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു കാൽഷ്യം ഓക്സലേറ്റ്. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വർണ്ണകം കുർക്കുമിൻ. ക്യാരറ്റിൻ്റെ നിറത്തിന് കാരണമാകുന്ന വർണ്ണകം കരോട്ടിൻ. കരോട്ടിൻ്റെ നിറം മഞ്ഞ. വിറ്റാമിൻ 4 എന്നറിയപ്പെടുന്ന വർണ്ണകം കരോട്ടിൻ. പുഷ്പാലങ്കാര കലയ്ക്ക് പേരുകേട്ട രാജ്യം ജപ്പാൻ. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ദേശീയ കർഷക ദിനം ഡിസംബർ 23. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജിത വസ്തു കഫീൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തേയീൻ. തെങ്ങിൻ്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്ന രോഗാണു ഫംഗസ്. മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കുന്ന പദാർത്ഥം കുമ്മായം. ബോർഡോസ് മിശ്രിതത്തിലെ ഘടകങ്ങൾ കോപ്പർ സൾഫേറ്റ്, നീറ്റുകക്ക അഥവാ കാൽഷ്യം ഓക്സൈഡ്, ജലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ 1 തെങ്ങ്, 2 റബ്ബർ, 3 നെല്ല്. റബ്ബർ പാൽ അറിയപ്പെടുന്നത് ലാക്ടെക്സ്. കേരളത്തിൽ ചന്ദന മരങ്ങളുള്ള ഏക പ്രദേശം മറയൂർ, ഇടുക്കി ജില്ല. ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ നെല്ലിയാമ്പതി ഏതു ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരിച്ചീനി. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറു വിഭാഗത്തിൽപ്പെട്ട സസ്യം സോയാബീൻ. ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സസ്യ എണ്ണ മാർഗറിൻ. മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ്. പ്രകാശത്തിന് നേരെ വളരുവാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം.
അനുയോജ്യമായ രാസവസ്തുക്കൾ ചേർത്ത് റബ്ബറിൻ്റെ ഗുണം മാറ്റുന്ന പ്രക്രിയയാണ് വാൽക്കനൈസേഷൻ. ഗ്രീക്ക് പുരാണത്തിലെ പൂക്കളുടെയും വസന്തത്തിൻ്റെയും ദേവതയാണ് ഫ്ലോറ. ഇത്തിൾ ഒരു അർദ്ധപരാത സസ്യമാണ്. കള്ളിച്ചെടിയിൽ ആഹാരം പാകം ചെയ്യുന്നത് എന്തിലാണ്? തണ്ടിൽ. അതിപ്രാചീനമായ സസ്യവിഭാഗമാണ് പന്നൽ ചെടികൾ. സസ്യവിഭാഗത്തിലെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത് പായലുകളാണ്. ജീവക ലോകത്തിലെ മാംസ്യം സംരംഭകർ എന്നറിയപ്പെടുന്നത് പയറുവർഗം. കല്യാൺ സോന, സോണാലിക, ഗിരിജ എന്നിവ സങ്കര ഇനം ഗോതമ്പാണ്. മാംസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ധാന്യമാണ് സോയാബീൻ. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകം, അതായത് വൈറ്റമിൻ എ. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഘടകം കൊഴുപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷം ജെയിൻ്റ് സെക്കോയ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം നെല്ല്. ഇലയിലൂടെ കായിക പ്രജനനം നടത്തുന്ന സസ്യം ബ്രയോഫിലം. നാളികേരത്തിൻ്റെ വേരുചീയലിന് കാരണമാകുന്ന രോഗാണു ഫംഗസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങ്. മംഗള എന്നത് അത്യുൽപാദന ശേഷിയുള്ള അടയ്ക്കയാണ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ്. കരിമ്പിൻ്റെ ഒരു സങ്കര ഇനമാണ് CO997. വൃക്ഷങ്ങളുടെ വാർഷിക വലയങ്ങൾക്കനുസരിച്ച് കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി ഡെൻഡ്രോക്രോണോളജി.